ഹായ്, നമസ്കാരം. M5 ന്യൂസിൻ്റെ ഓണം നിലാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനു മാട്ടി. ഞാൻ ആതിര പ്രവീൺ. മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലെ ദേവിക എന്ന കഥാപാത്രത്തെ ചെയ്യുന്നു. ഞാൻ ലക്ഷ്മി ബിനു. മാനത്തെ കൊട്ടാരം സീരിയലിലെ വർഷ എന്ന കഥാപാത്രത്തെ ചെയ്യുന്നു. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നൊരു ഓർമ്മ എന്താണ്? സദ്യ. പായസം. എനിക്ക് മെയിൻ ഓണസദ്യയാണ്. പിന്നെ പൂക്കളം ഒക്കെ പണ്ട് കസിൻസൊക്കെ ആയിട്ട് പൂക്കളമൊക്കെ ഇടുന്നതൊക്കെയാണ് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വരുന്നത്. മൺചേട്ടൻ പറ ബാക്കി. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എല്ലാം ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിച്ചാണോ? എല്ലാം കഴിക്കും. പപ്പടോ? എൻ്റെ ഫേവറേറ്റ് മാമ്പഴ പുളിശ്ശേരി. അതെൻ്റെ ഫേവറേറ്റാണ്. ഓണസദ്യയിലോ? ഓണസദ്യയിൽ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി ഓണം. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടിക്കാലത്തിലെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിക്കാലത്തിലെ ഓണമാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് തോന്നുന്നത്. അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കൂടി തലേ ദിവസം തന്നെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ നുള്ളാൻ പോയി എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് എന്നിട്ട് പിറ്റേന്ന് ഇന്ന് അങ്ങനെയല്ലല്ലോ, പൂവൊക്കെ മേടിച്ചിട്ടൊക്കെയല്ലേ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. മൺചേട്ടൻ പറ. ഓ, നാട്ടില് നിന്റെ എങ്ങനെയാ ഓണത്തിന്? എൻ്റെ എന്ന് പറഞ്ഞാൽ കസിൻസ് ഒക്കെ കൂടിയിട്ട് ഫാമിലി ആയിട്ടായിരിക്കും കൂടുതലും ഓണം ആഘോഷിക്കാറുള്ളത്. അപ്പം കസിൻസ് എല്ലാവരും ഓരോ മീൻസ് അവധിയാകുമ്പം പഠിച്ചു കഴിഞ്ഞ് അവധി കിട്ടുന്നൊരു ടൈമല്ലേ, അപ്പം എല്ലാവരും കൂടി വന്നിട്ട് ഇതുപോലെ തന്നെ അത്തപ്പൊക്കെ ഇട്ട് ഒരുമിച്ചിരുന്ന് നിലത്തിരുന്ന് സദ്യയൊക്കെ കഴിച്ച് അതൊക്കെ അതുപോലെ തന്നെയാണോ? ഇപ്പം ഓരോ അല്ല, ഇപ്പോഴും അതായത് കസിൻസ് ഒക്കെ വേറെ വേറെ കുറച്ച് വലുതായപ്പോൾ എല്ലാവരും വേറെ വേറെ പഠിക്കാനൊക്കെ പോയപ്പോൾ എല്ലാവരും ഇല്ല. ഇപ്പം കുറച്ച് പേര് വരും, പക്ഷെ ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഒരുമിച്ച്. അതായത് ചില ഓണത്തിന് കഴിഞ്ഞ 2 വർഷമായിട്ടും എല്ലാവരും ഉണ്ടായിരുന്നില്ല കസിൻസ് ഒന്നും. അപ്പം പഴയ ആ ഒരു ഓണം കിട്ടിയിട്ടില്ല. അതെ. ഇങ്ങനെ ആദ്യമൊന്നും കൂടാറില്ലായിരുന്നു. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് കുക്കിങ്ങിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചേച്ചി ഏറ്റവും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കറി ഏതാ ഓണത്തിന്? ഓണത്തിന് എല്ലാം ഞാൻ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് എന്താ പറയാ, കിച്ചടി, അവിയല്, അതൊക്കെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കാറുണ്ട്. ഞാൻ വീട്ടിലൊന്നും ചെയ്യാറില്ല. ഉണ്ടാക്കാൻ അറിയോ ഓണത്തിന്? ഓണത്തിന് അമ്മയും അമ്മൂമ്മയും ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ സമ്മതിക്കാറില്ല. കൂട്ടാറില്ല. കാരണം അതുകൊണ്ടല്ല, അവരെല്ലാവരും വലിയ വലിയ ആൾക്കാർ ചെയ്തോട്ടെ, നമ്മള് പിള്ളേരെല്ലാരും കൂടി അവിടെ പോയിരുന്ന് അത്തപ്പൂടും അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ കുക്കിംഗ് ഒന്നും നമ്മൾ അങ്ങോട്ട് പരീക്ഷയ്ക്ക് പോയിട്ടില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ശരിയാണ്. ഈ ഓണം കോസ്റ്റ്യൂം എന്ന് പറയുമ്പോഴത്തേക്കും അത് എങ്ങനത്തെ ഡ്രസ്സാണ് പ്രിഫർ ചെയ്യുന്നത്? മോഡേൺ ആണോ അതോ ട്രഡീഷണൽ ടൈപ്പ് ആണോ? ഏതാ ഇഷ്ടം? ഓഫ് കോഴ്സ് എനിക്ക് ട്രഡീഷണൽ ആണ് ഇഷ്ടം. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ട്രഡീഷണൽ ലുക്ക് അല്ലേ, അതായത് സാരിയൊക്കെ സെറ്റ് സാരി. അല്ല, ചേച്ചി ചോദിച്ചത് മോഡേൺ ആണോ ഇഷ്ടം, അതായത് അങ്ങനെയല്ലേ? അങ്ങനെയാണ് ചേച്ചി ചോദിച്ചത്. അല്ല, ആ മൂന്നും അല്ലല്ലോ. നമുക്ക് സാരിയൊക്കെ ഉടുത്തിട്ട് വരുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരും ഇപ്പം പിള്ളേരെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇല്ലേ? പ്രത്യേകിച്ച് അപ്പൊ ആ ഓണത്തിന്റെ വയ കൂടി വരുമ്പോഴത്തേക്കും അല്ലേ പറയല്ലേ? അങ്ങനെ അല്ല, അതാ ചോദിച്ചത്. ചേച്ചി ചോദിച്ചത് മോഡേൺ ആവാൻ, അതായത് പാൻറ്റൊക്കെ ഇട്ട് പോരുന്നതാണ് ഇഷ്ടം അതോ മുണ്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ആ ഒരു കേരള തനിമയിൽ വരുന്ന ഒരു ലുക്കാണോ ഇഷ്ടം? അപ്പൊ ചേച്ചി ചോദിച്ചത് മോഡേൺ ആണോ ഇഷ്ടം അതോ അങ്ങനെ. അപ്പം ചേട്ടന് ട്രഡീഷണൽ ആണ് ഇഷ്ടം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, എനിക്കും ട്രഡീഷണൽ ആണ് ഇഷ്ടം. എനിക്കും ട്രഡീഷണൽ ആണ്. ഓക്കെ. ഈ കോളേജിൽ ഓണത്തെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ്? ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലായിരുന്നോ? വടംവലി. അതെ, എങ്ങനെയാ? ഞാനും ചെയ്തിട്ടുണ്ട്. നാരങ്ങ സ്പൂൺ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്.
വടംവലിയാണ് മെയിൻ ആയിട്ട് ഗേൾസും ബോയ്സും കൂടി മാറി മാറി അങ്ങനെ അല്ല ഒരു ടീമായിട്ടല്ലേ അത് ടീമായിട്ടാണ്. ഒരു ടീം ബോയ്സ് ഒരു ടീം. അപ്പൊ ബോയ്സ് എന്തായാലും ജയിക്കൂലേ? അല്ല എന്നാലും ഗേൾസും ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. നമ്മളും അതെ ഡിപ്പാർട്ട്മെന്റ് മാറി മാറി ബോയ്സ് ആയിട്ട് മാറി മാറി അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ നാരങ്ങ സ്പൂണ്, പിന്നെ വേറെന്തായിരുന്നു, വേറെ എന്തൊക്കെയോ ഉറിയടി ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ ആയാലോ? ഓക്കെ, പൂക്കളം ഒരു സദ്യ, ശരിയാ, അടപ്രഥമൻ ഒരു പാലട പായസം. പാലട പായസം. ഓക്കെ, എനിക്കും പൂക്കളമാണ് ഇഷ്ടം. സദ്യ ഇഷ്ടമാണ്, പക്ഷെ പൂക്കളാണ് കൂടുതൽ ഇഷ്ടം. പൂക്കളാണോ ഇഷ്ടം? ആദ്യം ഫസ്റ്റ് പൂക്കൾ ഇട്ടിട്ടല്ലേ പിന്നെ സദ്യ കഴിക്കണേ. അപ്പം പിന്നെ എന്താണ് പായസം എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷെ പാലട കഴിക്കും. കസവ് ഓർ മോഡേൺ, അത് ട്രഡീഷണൽ ഓർ മോഡേൺ ഡ്രസ്? ട്രഡീഷണൽ. എനിക്കും ട്രഡീഷണൽ തന്നെയാണ്. കുക്കിംഗ് ഓണം ഡിഷസ്, ഈറ്റിംഗ് ദം. ഓണം വിത്ത് ഫാമിലി ഓർ ഫ്രണ്ട്സ്? ഫാമിലി. വൈഫ് കാണണ്ട കേട്ടോ. ഫ്രണ്ട്സിന് പറയാ ചേട്ടനാ ഫ്രണ്ട്സ് ഇനി പറയാൻ പറ്റില്ല. വൈഫില്ലേ? വൈഫുണ്ടെ പറഞ്ഞോ. ഒന്നുകൂടി ചോദിക്കാം, ഓണം വിത്ത് ഫാമിലി ഓർ ഫ്രണ്ട്സ്? ഒന്നുകൂടി ചോദിക്കേ. നമ്മളെ ഓണസദ്യയില് ഏതൊക്കെ ഡിഷ് അവോയ്ഡ് ചെയ്യും? അതൊക്കെ ഇഷ്ടമല്ലാത്ത? ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ അത്യാവശ്യം എല്ലാം കഴിക്കും. ഞാനും അത്യാവശ്യം എല്ലാം കഴിക്കും. പാവയ്ക്ക ഓണസദ്യയിൽ എവിടെയാ പാവയ്ക്ക? പാവയ്ക്ക മറ്റേ ഇതുണ്ട്, കിച്ചടി. പാവയ്ക്ക വെച്ചിട്ടൊരു കിച്ചടി ഉണ്ടാക്കാറുണ്ട് ഓണസദ്യ. നമ്മുടെ അവിടെ അങ്ങനെ ഇതില്ല. ഇവിടെ ഉണ്ട്, ട്രിവാൻഡ്രം സ്റ്റേറ്റൊക്കെ ഉണ്ട്. കോട്ടയത്ത് അങ്ങനത്തെ സംഭവമില്ല. ഇല്ല, പാവയ്ക്ക വെച്ച് മീൻസ് കിച്ചടിയോ? കിച്ചടി പോലത്തെ ഒരു ഐറ്റം ഉണ്ടാവും പാവയ്ക്ക വെച്ചിട്ട്. ഇല്ല, നമ്മൾ സദ്യ മറ്റേ വെജ് തന്നെയാണ്. വെജ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? ഇല്ല, മലബാർ സൈഡില് ബിരിയാണി അല്ല ചിക്കൻ ഒക്കെ ഉണ്ടെന്ന് ഡെസിമ ചേച്ചി പറഞ്ഞു. ചിക്കൻ, അത് ഞാൻ ചോദിച്ചേ, എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഡെസിമ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. രാവിലെ എണീറ്റ് കുളിച്ച് പുതിയ ഡ്രസ്സ്, ഓണക്കോടി ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഇട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്തിരിക്കും. ഞാൻ കുളിച്ച് രാവിലെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് പിന്നെ അതിനിടയ്ക്ക് ആ വീട്ടിൽ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിന്റെ ഫ്രണ്ടിൽ വന്ന് കുറെ പൂക്കളം ഇടും. ആ ഹസ്ബൻഡ് മോള് ഒക്കെ ചേർന്നിട്ട് പൂക്കളിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തി അതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറും. ചേച്ചി കിച്ചണിലാണ് മെയിൻ. നമ്മുടെ കിച്ചണിലല്ല, കിച്ചണിലാണ് മെയിൻ. എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകും. ഒറ്റയ്ക്ക് സദ്യ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ വരില്ലേ? ഞാനും എടുത്തു. ചേച്ചി ഏത് പാട്ടെടുത്ത്? ഞാൻ ഒരു ഓണത്തിന്റെ സോങ് തന്നെയാണ്. ഒരു ട്രഡീഷണൽ സോങ് ആണ് കിട്ടിയത്. ഓ, ഞാൻ ഇപ്പത്തെ ട്രെൻഡ് ഓണം മൂഡ്. അത് ഞാൻ എല്ലാവരും അത് എടുക്കുന്ന വിചാരിച്ചിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരെണ്ണം എടുത്തേക്കുന്നത്. ഞങ്ങൾ ചെയ്തോ? റീൽസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണം വിശേഷങ്ങൾ. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെയും M5 ന്യൂസിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.